കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധിയായിരുന്നു. 25 കലശവും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായ ചൈതന്യവത്തായ ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ ഗരുഡ ശില്പവും വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ പ്രദർശനം ചെയ്ത് വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴുത് വന്ന് നമ്മൾ നേരെ ഗോപുരവാതിൽ കിടക്കുകയാണ്. എന്നാലും ഇപ്പോൾ ദീപസ്തംഭത്തിൻ്റെയൊക്കെ അഴിച്ച് ഒക്കെ വൃത്തിയാക്കലൊക്കെ ആയിരുന്നു അറ്റകുറ്റപ്പണികളൊക്കെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തൊഴാനായിട്ട് അങ്ങോട്ട് കയറി പോവാം. അങ്ങനെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കൊടിമരം കാണാം. അതേപോലെ വലിയ ബലിക്കല്ല്, അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്ത് മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്ത് ആദ്യത്തെ തോള് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രകാശം എന്നാണെങ്കിലോ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ആദ്യം തന്നെ അനന്തനാണ് കാണുന്നത്. നല്ലൊരു മെത്ത അനന്തൻ്റെ ആ പടം ഇങ്ങനെ പിടിച്ച് മേലെ നിൽക്കണു. ഇന്ന് അനന്തശായിയായ അനന്തപത്മനാഭനായിട്ടാണ്. എന്ത് രസമാണെന്നറിയോ. ആ അനന്തൻ അങ്ങനെ നല്ല കിടക്ക പോലെ ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോൾ എന്താ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി അരമണി ഇങ്ങനെ കാണാണ്ട്, ആ കിങ്ങിണിയൊക്കെ ഇങ്ങനെ ആയിട്ട് കിടക്കാണ്ട്, കഴുത്തിൽ ഒരു മാങ്ങാമാലയും ഒരു പതക്കം പോലത്തെ മാലയും ഒരു വളയം പോലത്തെ മാലയും ഇട്ടിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ഇടത്തെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട്. വലത്തെ കൈ കൊണ്ട് ഒരു കൂവളത്തിൻ്റെ ഇലയുണ്ട്. കൂവളത്തിൻ്റെ ഇല അങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ശിവലിംഗമുണ്ട്. അപ്പോൾ ശിവലിംഗത്തെ അർച്ചന ചെയ്തും കൊണ്ടാണ്. ഇടത്തെ കയ്യിലൊരു താമരപ്പൂവ് പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ ശിവലിംഗം മഹാദേവനെ അർച്ചന ചെയ്യുക. അപ്പോൾ അതാണ് കാഴ്ച. മുഖത്ത് നല്ല പുഞ്ചിരി, നല്ല ഗോപീതിലകൊക്കെ വെച്ച് കളഭം കൊണ്ട് കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ പത്തികൾ ഇങ്ങനെ അനന്തൻ്റെ പക്തിയൊക്കെ എന്ത് ശ്രേയസ്സായിട്ട് ഇങ്ങനെ കാണണമെന്ന് അറിയാം. നല്ല രസമായിട്ട് കാണാനുണ്ട്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച തന്നെ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. എന്താ പറയുക, അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള അനന്തപത്മനാഭൻ്റെ ആ ഒരു വിഗ്രഹം തന്നെ അങ്ങനെ പറയണ പോലെ കാണാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ വിചാരിച്ചോളൂ. എന്നിട്ട് നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. അതേപോലെ 3 തിരുമുടിമാല ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും, അതേപോലെ തന്നെ മൊത്തം 3 എണ്ണം. ഒരു ഉണ്ടമാലയാണ്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, പിന്നെ തെച്ചി, തുളസി, അങ്ങനെ കുറച്ചും കൂടി ആയിട്ട് ഒരു ഉണ്ടമാലയും 3 തിരുമുടിമാലയും. ആ കിരീടമൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ വേറിട്ട് കാണാനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴുതോളൂ, ശിവലിംഗം കണ്ട് തൊഴുതോളൂ കേട്ടോ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ നമ്മളവിടുന്ന് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും, അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും, അതേപോലെ തന്നെ ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ അങ്ങനെ വീണ്ടും അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത്
ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതും കണ്ട് തൊഴുത് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനൊക്കെ കണ്ട് തൊഴാം. മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് വന്നാൽ പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ മണിക്കിണറും ഭഗവാന്റെ നൃത്തറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് ആ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും ആ വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് വസുദേവരെയൊക്കെ ആ ഉണ്ണീനെ കൊണ്ടുവരുന്ന അനന്തൻ്റെ കുടയായി പിടിച്ച് നിൽക്കുന്ന വസുദേവരുടെ ചിത്രമാണ്. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ ആനന്ദപത്മനാഭസ്വാമിയെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിലും തൊഴുത് വന്ന് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാനായിട്ട് നാരായണാലയത്തിൽ പോവാം. അത് കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.